ഹലോ കൂട്ടുകാരെ, അപ്പൊ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലട ഇറിറ്റേഷൻ പ്രൊജക്ട് വർക്ക് നടക്കുന്ന സ്ഥലത്താണ്. അതായത് ഒറ്റക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങൾ തെന്മല പോയപ്പോ കണ്ടപ്പോ തെന്മലയ്ക്ക് പോകുന്ന ഒരു വഴി 2 കിലോമീറ്റർ കൂടെ ഉണ്ട് തെന്മലയ്ക്ക്. അപ്പൊ കണ്ടൊരു സ്ഥലമാണ് അടിപൊളി വ്യൂ. അത് കണ്ടിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞ വണ്ടി നിർത്തി താഴോട്ടൊക്കെ ഇറങ്ങാൻ സ്ഥലമുണ്ട്. താഴേക്ക് ഇറങ്ങാൻ സ്ഥലമുണ്ട്. നമുക്ക് താഴോട്ട് പോയിട്ടുള്ള ബാക്കിയുള്ള കാഴ്ച കാണാം. ഇവിടെ നിന്നോട്ട് ജസ്റ്റ് ഞങ്ങൾ ഇവിടുത്തെ ഒരു വ്യൂ ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചു. അതാ ഇവിടുത്തെ ഒരു വ്യൂ കണ്ടതിന് ശേഷം താഴോട്ട് പോകാൻ വിചാരിച്ചു. നല്ല കണ്ടില്ലേ, ഇവിടെ നിന്ന് കാണുമ്പോഴത്തെ എന്ത് അടിപൊളിയാണ്. നോക്കി അവിടുത്തെ ആ സ്ഥലമൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇത്രയും വെയിലടിക്കുന്നുണ്ടാന്ന് തോന്നുന്നു അത്രയും അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. നമുക്ക് താഴെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളാണ്. ഇതിന്റെ നമ്മൾ നേരത്തെ നിന്നതിന്റെ ടോപ്പിൽ കയറിയാണ്. അപ്പൊ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. ഇതാണ് ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ആ കാണുന്ന എല്ലാം തെന്മലയാണ്. അങ്ങ് അറ്റത്ത് കാണുന്ന തെന്മല കണ്ടാ. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പോകാനായിട്ട്. തെന്മല ഡാമും ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ആ പാറക്കെട്ടൊക്കെ കണ്ടില്ലേ, വെള്ളം വന്ന് വീണിട്ട് ആ ഒരു ഫോഴ്സിൽ വന്നിട്ടുള്ള ആ ഒരു ഷേപ്പ് ആ പാറകൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ കാണാൻ പറ്റി നല്ല രസമാണ് കാണാനായിട്ട്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ബാക്കി താഴെ പോയിട്ട് നോക്കാം. ഞങ്ങൾ മേളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുവാണ്. കണ്ടില്ലേ, ഈ വഴിയാണ് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നത്. മേലോട്ട് കയറുന്നത് ഈ വഴി തന്നെയാണ്. നമ്മളിപ്പോഴാണെങ്കിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. താഴേക്ക് പോകുമ്പോൾ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത് അത്ര ടൂറിസ്റ്റ് വരുന്നതാണെങ്കിലും അത്ര ഒരു വൃത്തിയല്ല കേട്ടോ നമ്മൾ പോകുന്ന വഴിയൊക്കെ. പക്ഷെ വൃത്തി നോക്കുന്നുള്ള അല്ല, പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഈ നമ്മൾ വരുന്ന ആൾക്കാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുമല്ല, പുല്ലാണ്, ഇത്തിരി ഒന്ന് വൃത്തിയാക്കി ഇടാം. കാരണം ഇത്രയും ആൾക്കാർ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത്തിരി വൃത്തിയാക്കിയൊക്കെ ഇടാൻ പറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എവിടേക്കാണ് നടന്നു പോകുന്നത്? അവിടെ ഒരു എന്തോ പായസം കൊടുക്കുന്നു. ആണോ? നീയാണോ വിളമ്പുന്നത്? അല്ല, ഡാഡി വിളമ്പുന്നു. ഇത് താഴേക്ക് ഇത് താഴേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് ആട്ടോ. നല്ല രസമുണ്ട് ഇറങ്ങാനൊക്കെ കേട്ടോ. തിരിച്ച് കയറാൻ അതേ രസമായിരിക്കും. ഇറങ്ങാൻ രസമുണ്ട്, കയറാൻ സുഖമായിരിക്കും. ഒരു സ്റ്റെപ്പിന്റെ എണ്ണം ഇത്തിരി കൂടുതലാണ്. മേളേന്ന് കണ്ടല്ലോ അത്ര സുഖമല്ല ഇറങ്ങാൻ കേട്ടോ. തോനെ പോലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഇറക്കമുണ്ട്. അത്യാവശ്യം നല്ല ഇറക്കമുണ്ട്, തോനെ ഇറക്കമുണ്ട്. പക്ഷെ മറ്റേന്റെ അത്ര ഇല്ലല്ലോ, മുട്ടയുടെ അത്ര ഇല്ലല്ലോ. ഇല്ല, അവിടുത്തെ അത്ര ഇല്ല. അത് പിന്നെ കയറ്റമല്ലായിരുന്നു, അത് ഇറക്കമല്ലായിരുന്നില്ല. ആദ്യം കയറ്റമായിരുന്നു. ഇറങ്ങാൻ സുഖം. ഇത് ആദ്യം ഇറക്കാം, ഇത് കയറുന്നത്. നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് ഞാൻ ആകെ തെന്മലയെ കുറിച്ച് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് നമ്മൾ ഇപ്പോഴും അറിയുന്നു, കണ്ടപ്പോഴറിയാം. ഞങ്ങൾ വണ്ടി സൈഡ് ഒതുക്കിയപ്പോ ഇങ്ങനെ പോയപ്പോ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആൾക്കാർ കൂടി ഇരിക്കുന്നുണ്ടിട്ട് എന്തോ സ്ഥലം ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോഴാണ് ഇത് കാണുന്നത്. സത്യത്തില് ഇറങ്ങാൻ സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. മുട്ടിന് നല്ല സുഖമുണ്ട്. കേറുമ്പോ അറിയാം. അതിനുള്ള നല്ല കരിഞ്ഞ വെയിലുണ്ട്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്പോട്ടിലെത്തി. നമ്മൾ ജയിച്ചു. ഈ മുട്ടുവേന പ്രായമുള്ളവർക്കൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പാടായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഇറക്കം? കേറുമ്പോ അറിയാം ഇറങ്ങാൻ സുഖമായിരുന്നു. ഇവിടുത്തെ നല്ല വെയിലാണ്, പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂ കണ്ട. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വെയിലുണ്ട്. പിന്നെ സമയം കൂടെ കഴിയും. ഡാമിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കില്ലേ? ഡാമിൽ നിന്ന് വരുന്ന വെള്ളം. ഞാൻ മേളിൽ നിന്ന് പറഞ്ഞ പാറയുടെ കാര്യം ഇതാ. കൊള്ളമില്ല, നല്ല രസമുണ്ട്. നല്ല രസമാണ്. വെള്ളവും കൂടെ ഉണ്ടായിരുന്ന പൊളിയായിരുന്നു. വെള്ളം ഇപ്പൊ ഉണക്കല്ലേ, അതിന്റെ നല്ല വെള്ളം ഉണ്ടായിരുന്ന നല്ല രസമായിരുന്നു കാണാനായിട്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ ഉറപ്പില്ല. കണ്ടില്ലേ ഇവിടുത്തെ കാഴ്ച? ഇത് തെന്മല ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. അതിന്റെ അത് നല്ല പച്ച കളറിലുള്ള വെള്ളം. ആ വെള്ളം എല്ലാം അവിടെ കിടക്കുന്നോണ്ട് തോന്നുന്നത് പച്ച കളർ. ഗ്ലാസ് എടുത്ത് നോക്കുമ്പോ അറിയാം. പക്ഷെ നല്ല രസമുണ്ട്. ഓക്കെ, നല്ല പച്ചപ്പ്, എല്ലായിടത്തും പച്ചപ്പ്.
ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമൊക്കെ കേട്ടോ. വാ നാസിക്കാണെങ്കിൽ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ച് സ്ഥലം കണ്ടിട്ട്. എനിക്കെന്ത് ഭ്രാന്തായ? ഞങ്ങളുടെ ഡാഡിക്കാണ് മൈക്കുണ്ട്, കേക്കും കേട്ടോ നല്ലോണം. കേക്കട്ടെ, നിങ്ങളുടെ ഡാഡി കാണുന്നില്ലായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർ കാണുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവർ മാത്രം കണ്ടാ പോരെ. ഫുള്ളല്ല, നല്ല രസമുണ്ട്. നോക്കി ആ പാറ ഷേപ്പ് വെള്ളം വീണ് ഒഴിയേക്കുന്ന എന്തോന്നാ കണ്ടില്ലേ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. ഇറങ്ങാൻ പറ്റിയ നോക്കുമ്പോൾ താഴെ കിടക്കായിരുന്നു. നല്ല ഈവനിങ് ഒക്കെ വരുന്നതായിരിക്കും ഇവിടെ നല്ലത് കേട്ടോ. ഈവനിങ് ഈവനിങ് വന്നു, അല്ലെങ്കിൽ അത് രാവിലെ വരണം. അത് രാവിലെ അല്ലെ ഈവനിങ്ങിൽ വരുന്നത്. വെയിലുള്ള സമയത്ത് വരരുത്. കാരണം ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വെയിലാണ്. പാറ, ആ കാണുന്ന പാറയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെയിലടിക്കുന്നുണ്ട്, ആ പാറയൊന്നും കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. ആശ്വാസം തണല് കിട്ടിയത്. നമ്മളാ കയറി നിന്നത് ആ പച്ച കാണുന്നില്ല. ആ പച്ച കാണുന്ന ഗോപുരത്തിൽ നമ്മൾ കയറി നിന്നത്. അതിന്റെ രണ്ടാമത്തെ അല്ലേ നമ്മൾ ആദ്യം കയറിയത്? രണ്ടാമത് കയറിയത്. രണ്ടാമത് കയറിയതാ. രണ്ടാമത്തെ ആദ്യത്തെ കയറാൻ രണ്ടാമത്തെ കയറാൻ പറ്റുമെന്ന് തോന്നി. കുന്ന് നോക്കിയേ, നമ്മൾ എത്രത്തോളം താഴെ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് നോക്കിയേ. നല്ല രസം കാണാൻ. ബസ്സൊക്കെ പോകുന്ന നോക്കി ഒരു ഉറുമ്പ് പോകുന്നോണൊക്കെ തോന്നുന്നത്. ഞങ്ങള് കണ്ടേ വേറൊരു സ്ഥലം കണ്ടേ, അവിടെ തന്നെ ഉള്ള നടന്നു വരുമ്പോ കാണുന്ന സ്ഥലമൊന്നുമില്ല, റോഡ് വഴിപ്പാത നല്ല പുലിയോ കടുവ എല്ലാം ഉണ്ടെങ്കിൽ മിക്കാറും ഇറച്ചി എന്നേക്കാളും കൂടുതലുള്ളത് ഇവൻ. അതുകൊണ്ട് മിക്കാറും എയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ എയിം ചെയ്യത്തുള്ളൂ. മിക്കാറും ആക്രാന്തം കൂടുതൽ എന്നെ കാണുമായിരിക്കും. കാണുമ്പോഴേ അവർക്കറിയാം കടിക്കാനായിട്ട് ഇതിനകത്ത് എല്ല് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. നോക്കിയാൽ ഫുള്ള് കാടാണ്. ആവശ്യത്തിന് ഇറച്ചി ഉണ്ടല്ലോ. പശുവിനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പശുവിന് ചാടാൻ കിടപ്പുണ്ട്, അത് നോക്കട്ടെ. പശു ഉണ്ടെന്നല്ലേ, പശുവിനെ ചാടാൻ കിടക്കുന്നു. നല്ല കാറ്റ് കേട്ടോ. നമ്മൾ അന്ന് ആ മരുതമല മുട്ടറയിൽ പോയ ഒരുപാട് അങ്ങോട്ട് പോകണ്ടടാ. എനിക്ക് പരിചയമില്ലാത്തോണ്ട് പോകാനൊരു മടി. ഇത് കണ്ടില്ലേ, ഒരു റിമോട്ട് ഏരിയ പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട്. കണ്ടാ, ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇതിലെ കൂടെ ഒക്കെ ആൾക്കാർ പോയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എങ്കിലും ശരി തന്നെ ഒരു റിമോട്ട് ഏരിയ പോലെ ഫീൽ ചെയ്യുന്നു. ചെറിയൊരു ഉൾഭയം തോന്നുന്നുണ്ട്. കേട്ടാ, വേണ്ട, മാംസത്തിൽ മണ്ണ് പറ്റുന്ന എനിക്ക് ഇഷ്ടം. സിനിമയ്ക്ക് എത്ര നേരം നമുക്ക് പോവാം. അല്ല, കാരണം വെച്ചാല് അത്യാവശ്യം ചെറിയൊരു ഭയപ്പെടുത്തുന്ന സ്ഥലം. ചെറിയൊരു പേടി, അത്രേ ഉള്ളു. അത്രയ്ക്കൊന്നും പറയാനുള്ള സ്ഥലമൊന്നുമില്ല. ഇങ്ങനെ ആ ഉള്ളിലോട്ട് പോകുമ്പോഴാണ്, ഉള്ളിലോട്ട് പോകുമ്പോ കാടാട്ട് ഈ സൈഡ് മാത്രമേ ഉള്ളൂ തോന്നുന്നത്. അങ്ങോട്ട് വഴി വെട്ടിത്തെറിച്ചിട്ടേക്കോ പറയാൻ പറ്റില്ല അത് എത്രത്തോളം വഴി ഉണ്ടെന്നുള്ള. കാരണം ഇതിൽ കൂടെ വണ്ടി പോകുന്നതല്ല, റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുക. കണ്ടില്ല, വണ്ടി പോകുന്ന വഴിയല്ല കണ്ടിട്ട്. വണ്ടിയൊന്നും പോകത്തില്ല. വണ്ടി അതിൽ കൂടെ അങ്ങനെ അറിയില്ല. നടക്കാനുള്ള പാതയേ ഉള്ളൂ. യൂസ് ചെയ്തിട്ട് തന്നെ കുറെ നാളായി. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. പക്ഷെ ഇപ്പോഴും പക്ഷെ വെയിലുണ്ടെങ്കിലും വെയിൽ അപ്പൊ പൊള്ളുന്നില്ല, നല്ല കാറ്റുണ്ട്. നല്ല കാറ്റ്. എന്റെ മുടിയൊക്കെ കണ്ടില്ലേ, ഞാനേ കാറ്റത്ത് പറക്കാതിരിക്കാൻ വേണ്ടിട്ട് വലിയ കാര്യത്തില് ജെല്ലൊക്കെ തേച്ച് ഹെയർ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് വന്നേ. നോക്കിയാ മൊത്തം കിടന്ന് പറക്കാം, എല്ലാം തേഞ്ഞു പോയി. അത് കാരണം ഒതുക്കാൻ പോലും പറ്റുന്നില്ല. ഹെയർ സ്പ്രേ മാറു നോക്കി എന്തോ ഓടാ പട്ടി, ഒതുക്കാൻ പോലും പറ്റുന്നില്ല, ഒരുമാതിരി ആയിപ്പോയി മുടി. എന്തായാലും നല്ല കാഴ്ച കേട്ടോ. അത്യാവശ്യം നമുക്കാണെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പൊളി വ്യൂ ആണ്, അടിപൊളി കാഴ്ചകളാണ്. നമുക്ക് ആരെങ്കിലും തെന്മല തെന്മലയ്ക്ക് വരുന്ന വഴിക്ക് ഇതുണ്ട്, വന്ന് കയറി കാണുക. തെന്മലയ്ക്ക് വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്ന നല്ല. തെന്മലയ്ക്ക് 2 കിലോമീറ്റർ ഇപ്പുറമാണുള്ളത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ച് ഞങ്ങൾ മേളോട്ട് കയറാൻ പോവാണ്. കയറിയിട്ട് ഞങ്ങൾ അടുത്ത തെന്മലയിലോട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങൾക്കാണെങ്കിൽ പുനലൂര് തൂക്കുപാലം കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. അപ്പൊ ആ പാലം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതലും വന്നപ്പോഴത്തേക്ക് ഭയങ്കര വെയിലാണ്. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടപ്പോ തോന്നുന്നു ഇല്ലെന്ന്. അങ്ങനെയൊന്നുമില്ല പടം. അപ്പോ അഭിനയമാണ് കേട്ടോ. അല്ല, അപ്പൊ പാലം ഒന്നിച്ചിനും കൂടെ ഒന്ന് ഇരുട്ടിയാലേ ഒരു ലുക്ക് കിട്ടത്തോളം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പാലത്ത് നല്ല വെയിലുണ്ടായിരുന്നു, ഭയങ്കര വെയിൽ, നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വെയിൽ. ഇവിടുത്തെ ഈ വെയിലാണ് ഭയങ്കരമായിട്ട് വെട്ടം അടിച്ച് കയറി മൂത്തോട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ പൊള്ളുന്നുണ്ടായിരുന്നു. അതിലെ കൂടെ ഒക്കെ ഇറങ്ങി കേറാടാ, പല വഴികളുണ്ട്. അത് സേഫ് സോൺ അല്ല, അതിന്റെ സൈഡിൽ സേഫ്റ്റി ബെൽറ്റ് ഒന്നും ഇല്ല. അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും ഇവിടെ വരുന്നവർ എന്തായാലും സേഫ്റ്റി ആയിട്ട് വരിക.
വന്നിട്ട് പോകാം കേട്ടോ, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് കാണാൻ കുട്ടികളെ പറ്റും. കൊണ്ടൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുക, ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ ആണെങ്കിലേ അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്ത് വേണം എല്ലാവരും വരാനായിട്ട്. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളിത് കണ്ടതെന്ന് വെച്ചാൽ ഈ ഒറ്റക്കല്ലിലുള്ള തെന്മലയിൽ പോകുന്ന റൂട്ടിനടുത്തുള്ള ഒറ്റക്കല്ലിലുള്ള എന്ത് ഇറിറ്റേഷൻ ആയിരുന്നു, എന്തെങ്കിലും ആവട്ടെ അതിൻ്റെ വീഡിയോകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നമുക്കൊപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും കൂട്ടുകാരെ ബൈ.